ആ സമയത്താണ് നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളെ പ്രിയപ്പെട്ട എന്താ പറയുക ഗാലറി വിഷൻ്റെ എന്താ പറയുക എല്ലാമായ ഷറഫ് മുന്നേയുള്ള നമ്മളൊരു ഫ്രണ്ട്സാണ്. നമ്മളൊക്കെ ഒരുപാട് ആൽബം മേഖലയിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഒരുപാട് നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടും ഒരുപാട് സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹമാണ് നമ്മളോട് ഈ ഒരു യൂട്യൂബ് ചാനൽ സ്വന്തമായിട്ട് തുടങ്ങാൻ പറയുന്നതും. അങ്ങനെ ഗാലറി വിഷൻ്റെ കീഴിൽ സിഫ്രാൻ നിസാം എന്നുള്ള അതെ സിഫ്രാൻ നിസാം യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതും എന്താ പറയുക നമ്മളായിട്ട് സ്വന്തമായിട്ടൊരു സാധനം ചെയ്യാന്നുള്ളൊരിത് വരുന്നതും പിന്നീടുള്ള വർക്കുകളൊക്കെ ചെയ്യാനൊരു കാരണം ഷറഫാണ്. മുന്നെന്ന് പറഞ്ഞാൽ നമ്മളൊരു പാട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കമ്പനികളെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കണത് നമ്മളൊരു പാട്ടൊന്ന് അപ്ലോഡ് ചെയ്യോ മാർക്കറ്റിലെത്തിക്കോ അങ്ങനെയൊക്കെ. അപ്പം ഈ ഒരു ഇതിലൊക്കെ പിന്നെ എല്ലാ കാര്യങ്ങളും ഷറഫ് ഖാൻ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കറക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഓരോ കാര്യങ്ങളും ആ സമയത്ത് ഓരോ പാട്ട് പാടുമ്പോൾ പറയാ ഇന്ന കാലത്ത് ഇപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതെനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പോഴാണ് കറക്റ്റ് അതിൻ്റെയൊക്കെ ഒരു ഗുണങ്ങളൊക്കെ ഇപ്പം മനസ്സിലാവുന്നത്. ഞാൻ ഇപ്പം എല്ലാം ഡിജിറ്റൽ എല്ലാത്തിലും ആ രീതിയിലൊക്കെ വന്നതാണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഒരു പ്രൊമോഷൻ ആവശ്യമാണ് നമ്മുടെ പ്രോഡക്ട്സ്. അത് എന്താ പറയാ നമ്മളെ കാലങ്ങൾ കഴിഞ്ഞാലും അവിടെ തന്നെ ഉണ്ടാവും. നമ്മളൊരു സൈൻ എന്നുള്ള രീതിയിൽ അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. നമ്മളെത്ര ഇവിടെ നമ്മളില്ലെങ്കിലും നമ്മളെ പാട്ടുകളും നമ്മളതൊക്കെ അവിടെ എന്തായാലും ഉണ്ടാവുമല്ലോ. ഇതിന്റെ ഒക്കെ തുടക്കം, അതായത് ഈ ഫാമിലി ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിന്റെ ഒക്കെ തുടക്കം നിസാം എന്ന് പറയുന്ന ആളുടെ അടുത്ത് നിന്നാണല്ലോ. ആള് ഒരു 6 വയസ്സിൽ തുടങ്ങിയതാണോ പാട്ട് പഠിക്കാൻ? വളരെ ചെറുപ്പത്തില്. അപ്പൊ ഇപ്പോഴാണ് നമ്മൾ കുട്ടികൾ ഉണ്ടാവുമ്പോ തന്നെ പിള്ളേരെ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡാൻസും പാട്ടും നാടകവും ഇതൊക്കെ പഠിപ്പിക്കുന്നത്. അന്ന് അങ്ങനെയൊന്നുമില്ല. അന്ന് നമ്മൾ പഠിച്ചു എന്നാ പറയാ. അപ്പൊ എങ്ങനെ മ്യൂസിക്കിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വരുന്നതും അന്ന് തൊട്ട് കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നതും ഒക്കെ? അല്ല, ഞാൻ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്കൂള് മദ്രസയിലൊക്കെയാണ് പാടി വന്നത്. ആ സമയത്ത് മദ്രസയിലൊക്കെ എന്നെ മത്സരങ്ങളിൽ അതിനൊക്കെ വരുമ്പോൾ എന്നെയാണ് ഫസ്റ്റ് ചേർക്കുക. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് മദ്രസയിൽ നിന്നുള്ള ഒരു ഇതാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ അസീസ് തായ്നേരി എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഗുരുവാണ്. അപ്പം അദ്ദേഹമാണ് എന്നെ ആ ഒരു പാട്ടിൻ്റെ ഇതിലേക്ക് കൂടുതലും ഒരുപാട് പാട്ട് പഠിപ്പിച്ചു, ആ രീതിയിലൊക്കെ എത്തിച്ചതൊക്കെ. അതെ. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഒരുപാട് പുറത്തുള്ള പ്രോഗ്രാംസിനൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ കണ്ണൂർ ഷെരീഫ് ഖാൻ്റെ അടുത്താണ് ഞാൻ ഒരു പാട്ടൊക്കെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ പാടാന്നുള്ളൊരു ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാണ് ഷെരീഫ് ഖാണ്. അപ്പം പാടാനൊക്കെ ഒരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ പാടാം അങ്ങനെയൊക്കെ പഠിച്ച മൂപ്പരെടുന്നാണ്. അങ്ങനെ ഒരുപാട് കുട്ടിയായിട്ട് ഇങ്ങനെ നമ്മൾ കോമ്പറ്റീഷൻസിനും ഇതിനൊക്കെ പോകും. പാടിയിട്ടുണ്ടല്ലോ. ഷെരീഫ് ഖാനോട് മകനായിട്ടൊക്കെ പാടിയിട്ടുണ്ടെന്ന്. ഞാൻ ചെറിയ കുട്ടിയായിട്ടും ഷെരീഫ് ഖാൻ ബാപ്പയൊക്കെ ആയിട്ട് ഒരു പാട്ട് പാടിണ്ടായിരുന്നു. ആ സമയത്ത് നല്ല വൈറലായിട്ട് ഒരു മാപ്പിളപ്പാട്ട് ആൽബം, ഒരു ഫോൺ കോൾ, അങ്ങനെ സിഫ്രാനൊക്കെ പഠിച്ചിട്ടുണ്ട് പാട്ട്. ഈ പാട്ടുകളെല്ലാം പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? സ്റ്റേജിൽ പോയി കഴിഞ്ഞാൽ പാടാൻ പറയാം. അപ്പൊ ഞാനും സിഫ്രാനും കൂടി പാടും. അത് ഞാൻ ഉപ്പയായിട്ട് പാടും, അതിപ്പോ പാടിയാലോ? പാടാം. പാട്. വരാന്ന് പറഞ്ഞിട്ട് ബാപ്പ വരാതിരുന്നില്ലേ, വരാന്ന് പറഞ്ഞിട്ട് ബാപ്പ വരാതിരുന്നില്ലേ, വരാതിരുന്നാല് മോനനി ബാപ്പാട് മിണ്ടൂല, ബാപ്പാട് മിണ്ടൂല, മോനനി ബാപ്പാട് മിണ്ടൂല. വരാൻ മനസ്സുണ്ട് മോനെ കാണാൻ കൊതിയുണ്ട്, വരാൻ മനസ്സുണ്ട് മോനെ കാണാൻ കൊതിയുണ്ട്, എന്നാലും ഞാൻ വന്നാൽ നിന്റെ ഉമ്മാക്ക് പിടിക്കൂല, ഉമ്മാക്ക് പിടിക്കൂല. വരാന്ന് പറഞ്ഞിട്ട് വാപ്പ വരാതിരുന്നില്ലേ, വരാന്ന് പറഞ്ഞിട്ട് വാപ്പ വരാതിരുന്നില്ലേ.